ഒരു ജനതയുടെ സ്വപ്നമാണ് സർ. എത്ര പതിറ്റാണ്ടുകളായിട്ട് ഒരു ജനത ആഗ്രഹിക്കുന്നതാണ് സർ ഇങ്ങനെ ഒരു പാത അവർക്ക് വേണം എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ നടത്തിയ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സർ അവിടെ ഇപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് അനുവദിച്ചതും ഈ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ സർ നമ്മളൊരു കാര്യം കാണണം, ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് ഒരു ജനതയുടെ സ്വപ്നത്തിനെതിരായി നിന്ന ചിലരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം സർ. സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും, ആളുകളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നാടിന്റെ വികസനത്തിനെതിരായി നിൽക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിനെ എതിർത്തതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടും ഉണ്ട് സർ. സർ അവിടെ നമ്മുടെ ഈ തുരങ്കപാത, കോഴിക്കോട് വയനാട് തുരങ്കപാത സർ, കുന്നമംഗലം, അഗസ്ത്യമൂഴി, തിരുവമ്പാടി, ആനക്കാംപൊയിൽ, മരിപ്പുഴ, കള്ളാടി, മേപ്പാടി, കൽപ്പറ്റ റോഡിനെ ഇതിൽ സംസ്ഥാന ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ 83 ആയി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. തുരങ്കപാത കൊല്ലങ്കൽ കോഴിക്കോട് ദേശീയപാത NH 766 കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്തും വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഭാഗത്തുമായാണ് ബന്ധിക്കപ്പെടുന്നത്. കുന്നമംഗലം മുതൽ അഗസ്ത്യമൂഴി വരെയുള്ള 4 വരി പാതയുടെ അലൈൻമെന്റ് സർക്കാരിന്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് DPRലേക്ക് ഉടൻ തന്നെ കടക്കാനാകും സർ.